എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളൊക്കെ നമ്മളോട് ഇടപഴകാൻ വരും. ചില അദൃശ്യ ശക്തികൾ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയൊക്കെ നമ്മളോട് സംസാരിക്കാൻ വരും. അപ്പൊ നമ്മൾ സൃഷ്ടാവൻ ദൈവത്തോട്ട് അടുത്ത് പോകുമ്പോൾ ഇവരൊക്കെ വന്ന് ചിലപ്പോ അങ്ങനെ പോകരുത്, നമ്മുടെ പാരമ്പര്യ ദേവീ ദേവന്മാരെ ഉപേക്ഷിക്കരുത്, നമ്മുടെ വഴി തെറ്റിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിലപ്പം സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയൊക്കെ വാൺ ചെയ്യാൻ വരും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാക്കൾ, ഈ തലമുറകളോളം ഈ ആത്മാക്കൾ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് അടുത്ത ജന്മമൊന്നും കിട്ടുന്നില്ലേ? അപ്പൊ ഈ കാര്യം പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പല അടിസ്ഥാന കാര്യങ്ങൾ പറയേണ്ടി വരും. അത് മാത്രമല്ല, പലരും എന്നിട്ട് ചോദിക്കുന്നത് ഈ ഫോർത്ത് ഡയമെൻഷൻ, അതായത് ഈ അലഞ്ഞിരിയുന്ന ആത്മാക്കളൊക്കെ ഉള്ള ഈ ഡയമെൻഷൻ, ഈ തലം ശരിക്കും അത് എവിടെയാണ്? ഭൂമിക്കും ദൂരെയാണോ, വെളിയിലാണോ, അതോ ഭൂമിയിൽ തന്നെ ഉണ്ടോ ഈ ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത്. ഈ ഫോർത്ത് ഡയമെൻഷൻ, ഫിഫ്ത്ത് ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു സൂക്ഷ്മമായ ഒരു തലമാണ്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്കും നേരെ അറിഞ്ഞുകൂടാ. കാരണം ദൈവത്തോട് ഞാൻ ചോദിക്കുമ്പോൾ അത് മനുഷ്യന്റെ തലച്ചോറിനോ മനുഷ്യന്റെ ബുദ്ധിക്കോ സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒരു തലമാണ്. അത് നമുക്ക് ഈ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആ ഒരു മേഖല വരെ നമുക്കൊരു അതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ട് നമുക്ക് ഇല്ല. ഉദാഹരണത്തിന് മീനുകൾ, നമ്മള് കടൽ മീനുകൾ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ശ്വസിക്കുന്ന മീനുകൾക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒരിക്കലും അന്തരീക്ഷ വായുവിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ജീവിക്കാൻ പറ്റില്ല. അന്തരീക്ഷത്തിൽ നിന്ന് ഇടയ്ക്ക് വായു എടുക്കുന്ന മീനുകളുണ്ട്. അവർക്ക് ആ ലിമിറ്റിൽ നിന്ന് കുറച്ചും കൂടെ വിട്ടിട്ടുള്ളതുകൊണ്ടാണ് അവർക്കത് കഴിയുന്നത്. പക്ഷെ ഈ കടൽ വെള്ളത്തിൽ നിന്ന് മാത്രം ഓക്സിജൻ എടുത്ത് ജീവിക്കാൻ ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്ന മീനുകൾക്ക് അതേ പറ്റൂ, അതിനപ്പുറത്തോട്ട് ശ്രമിച്ചാലും പറ്റൂല. അതേസമയം കടലിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്നവർക്ക് കുറച്ചപ്പുറത്തോട്ട് ലിമിറ്റ് വിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വെള്ളവും കരയിൽ നിന്നൊക്കെ വായു എടുക്കാം. അപ്പൊ അവർക്കത് പറ്റും. പക്ഷെ ഈ ഒരു ലിമിറ്റ് വെച്ച് കടൽവെള്ളം മാത്രം എന്ന ലിമിറ്റ് വെച്ച് ഇരിക്കുന്ന മത്സ്യങ്ങൾക്ക് അത് പറ്റൂലല്ലോ. അതേപോലെ 3 വരെ മതി എന്ന രീതിയിലാണ് ഈ നമ്മുടെ മനുഷ്യന്റെ ഈ ഭൗതിക മനസ്സിനും ഈ നമ്മൾ ഈ കാണുന്ന ഈ മനുഷ്യനും പറ്റുള്ളൂ, അതിനപ്പുറത്തോട്ട് പറ്റൂല. എന്നാൽ നമ്മുടെ ഉപബോധ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ലിമിറ്റ് ഇല്ല. അതിന് ഏത് ഡയമെൻഷനിലോട്ട് പോവാം, അതും വളർന്നു വരുന്ന തലമനുസരിച്ച് പോവാം. 4th, 5th ഈസി ആയിട്ട് പോകാൻ പറ്റും. അത്രയുള്ള അറിവ് കിട്ടിയാൽ മതി. ഏറ്റവും ഹൈ ഡയമെൻഷൻ വരെ പോകണമെങ്കിൽ ആ ആത്മാവ് അത്രയും ജ്ഞാനിയായിരിക്കണം, അത്രയും അനുഭവത്തിലൂടെയൊക്കെ വളർച്ച നേടിയ ആത്മാവായിരിക്കണം. എങ്കിൽ അങ്ങ് 7th വരെ പോവാം. അതാണ് നമ്മുടെ ഈ ജന്മത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതൊരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് അടുത്ത 4th ഡയമെൻഷനിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത തലത്തിലോട്ട് പോയിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. കാരണം ആത്മാവിന്റെ അടുത്ത തലമാണ്. അപ്പൊ ഈ അടുത്ത തലത്തിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു തലമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അടുത്ത ജന്മവും കിട്ടൂല, എന്ന ആ തലത്തിൽ നിന്നൊരു മോചനവും ഇല്ല. അങ്ങനെ ഒരു ജയിൽ പോലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു തലമുണ്ട്. അത് ഈ തൊട്ട് 4th ഡയമെൻഷനിലെ തലമുണ്ട്. ഈ തലത്തിൽ നിൽക്കുന്ന ആത്മാക്കളെ അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ, നമ്മൾ ഈ ആത്മാവ് പറയുന്ന ഒരു മനസ്സാണ്, ഉപബോധ മനസ്സാണത്, നമ്മുടെ ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സിന് നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു താൽക്കാലിക രൂപമാണ് ആ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ആത്മാവിന്റെ രൂപം, ആത്മീയ ശരീരം, അതിന് നമ്മുടെ രൂപമാണ്. അതേസമയം അത് ആ ഒരു മനസ്സ് ഒരു പട്ടിയിലോ പൂച്ചയിലോ ആയിട്ട് വന്നിരുന്നെങ്കിൽ ആ പട്ടിയുടെ പൂച്ചയുടെ രൂപമായിരിക്കും ആ മനസ്സിന് തൽക്കാലം. അതെല്ലാം താൽക്കാലികമാണ്. നമ്മൾ എന്തിനാണോ നിൽക്കുന്നത് അതാണ് ആ രൂപം. അപ്പൊ ഈ മരണശേഷം ഈ താൽക്കാലിക രൂപമായി നിൽക്കുന്ന നമ്മുടെ ആത്മാവ് മരിച്ചതിന് ശേഷം നമ്മൾ ശരീരം വിട്ട് കഴിയുമ്പോഴും അതേ രൂപത്തിലാണ്. അടുത്തൊരു ജന്മം കിട്ടുന്നത് വരെ ആ രൂപത്തിലായിരിക്കും. കാര്യം പുതിയൊരു രൂപം പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ പുതിയ രൂപം കൊടുക്കുന്നത് വരെ, ഈ കൊടുക്കുന്നതൊക്കെ മറ്റു അദൃശ്യ ശക്തികളാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തെല്ലാം ചെയ്യുന്നത്. അതാണ് ആ ദൃശ്യമണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ ആ ശക്തികൾക്കുള്ള ഡ്യൂട്ടികളൊക്കെയാണ്. അപ്പൊ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ശിക്ഷിക്കേണ്ട ആത്മാക്കളെ ശിക്ഷിച്ചും ഉപദേശിച്ചും ഒക്കെ ഒരു പ്രോസസ് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ശരീരം കൊടുക്കുമ്പോഴാണ് ആത്മാവിന്റെ രൂപവും മാറുന്നത്. പക്ഷെ മനസ്സ് സെയിം ആയിരിക്കും. എല്ലാ ചിന്തകളും ഒക്കെ കാണും. ഇപ്പൊ നമ്മുടെ ഭൗതികമായ മനസ്സ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ജന്മനാൽ
കിട്ടുന്ന താൽക്കാലികമായ മനസ്സിന് മനസ്സിന് നമ്മുടെ രൂപമാണ്. ആ നമ്മുടെ രൂപത്തിൽ നിൽക്കുന്ന മനസ്സിന് നമുക്ക് ഈ ജന്മത്തിൽ നമ്മൾ കണ്ണും തുറന്ന് ചെവിയും തുറന്ന് ഗർഭാത്രത്തിൽ പുറത്ത് വന്നതിന് ശേഷം എന്തൊക്കെ കണ്ടും ഗ്രഹിച്ചും തുടങ്ങിയോ അത് മാത്രമേ ഭൗതിക മനസ്സിന് ഓർമ്മയിലുള്ളൂ. ഭൗതിക മനസ്സിനും ഒരു തലച്ചോറുള്ളത് പോലെ നമ്മൾ സങ്കല്പിക്കുക. ആ തലച്ചോറ് ഈ കണ്ടായകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്മാവായി നിൽക്കുന്ന താൽക്കാലികമായി എന്റെ രൂപത്തിൽ നിൽക്കുന്ന ആ ഒരു മനസ്സിന് ജന്മമെടുത്തതിന് ശേഷം ആ ആത്മാവിനും ഒരു ജനനം ഉണ്ടായിരുന്നിരിക്കുമല്ലോ, എപ്പോഴെങ്കിലും ലക്ഷക്കണക്കിന് വർഷം മുമ്പായിരിക്കാം. ആ സമയം മുതലുള്ള സകലമാന കാര്യങ്ങളും ആത്മാവിന് ഓർമ്മ കാണും. അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ ഈ ഭൗതികമായി നിൽക്കുന്ന നമ്മൾ എന്തിനെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ഭൗതികമായി നമ്മുടെ ആ ഒരു ലെവലിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഇതനുസരിച്ച് ആത്മാവും കൂടി തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഈ മരണശേഷം ഈ ശിക്ഷയും പഠിപ്പിക്കലും ഒക്കെ വീണ്ടും വരുന്നത്. ഒരിക്കലും ആത്മാവ് താൽക്കാലികമായി കിട്ടുന്ന ഈ മനസ്സും ശരീരത്തിലും ആത്മാവ് അറ്റാച്ച്ഡായി പോകരുത്, അടിമപ്പെട്ടു പോകരുത്. ഇവിടെ അടിമപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഒരു കാരണവര് അയാള് ഒരുപാട് വെട്ടിച്ചും തട്ടിച്ചും കൊന്നും കൊലവിളിച്ചും ഒക്കെ കുറെ സമ്പാദിച്ചു. ആ ഒരു തറവാട്ടിലെ കാരണവര്, ഒരു ഉദാഹരണം എന്ന് പറയാം. ഇയാള് സമ്പാദിച്ച കൂട്ടണത്തിൽ എന്തിനാണ്? തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഈ ഭൗതിക സാധനമാണ്. എന്ത് തലമുറ? ഇയാൾക്കിപ്പോ കിട്ടിയ താൽക്കാലികമായി കിട്ടിയ ഒരു ശരീരം, ഒരു മനസ്സുമാണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ ഇത് ചെയ്യരുത് എന്ന രീതിയിൽ അയാളെ വിലക്കി നിർത്തേണ്ടത് ശരിക്കും പല ജന്മങ്ങളിലൂടെ വന്ന ഈ ആത്മാവാണ്. പക്ഷെ ഈ ആത്മാവിന് എന്ത് പറ്റി? അത്രയും വലിയ വളർച്ച ഇല്ലാത്തത് കാരണം ഇയാളുടെ ഭൗതികത്തിൽ ആകുന്ന അട്രാക്റ്റഡ് ആയി വരുന്നതിലൂടെ ആത്മാവും കൂടി അട്രാക്റ്റഡ് ആയി ഭൗതിക മനസ്സും ഉപബോധ മനസ്സും ഒരേപോലെ തെറ്റി വെട്ടിപ്പും തട്ടിപ്പും കൊലപാതകവും ഒക്കെ ചെയ്ത് സമ്പാദിച്ച് കൂട്ടുമ്പോഴല്ല ഈ ആത്മാവും കൂടി അതിൽ അറ്റാച്ച്ഡ് ആയി പോകും. അപ്പൊ ഈ ആത്മാവിന്റെ രൂപം അപ്പൊ എന്താണ്? ഈ കാരണവരുടെ രൂപമാണ്. അപ്പൊ ആത്മാവ് അറ്റാച്ച്ഡായി ഈ കാരണവരായിട്ട് ഉപബോധ മനസ്സും കൂടി, അതാണ് ആത്മാവിന്റെ മനസ്സ്, അറ്റാച്ച്ഡായി തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് യുദ്ധമൊക്കെ വരണ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നം വരുന്ന സമയത്ത് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നതാണ്. ഈ സ്വർണവും ഇതെല്ലാം അങ്ങനെ വലിയ കുടത്തിലോ വലിയ കലത്തിലോ വെച്ച് എന്റെ ഭാവി തലമുറകൾക്ക് ഇത് കിട്ടണം, ഇതിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലെ സ്വന്തം മക്കൾക്കും ചെറുമക്കൾക്കും വേണ്ടിയിട്ടാണല്ലോ ഈ കൊന്നും കുലവിളിച്ചും ഒക്കെ സമ്പാദിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇത് അവർക്ക് ഭാവിയിൽ കിട്ടാൻ വേണ്ടി, അല്ലെ അവരുടെയും മക്കൾക്ക് കിട്ടാൻ വേണ്ടി ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു തർക്കമോ കുടുംബ പ്രശ്നമോ ഒക്കെ വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് മണ്ണിനടിയിൽ കുഴിച്ചിടും. ഇതാണ് നിധി പോലും കുഴിച്ചിടും. എന്തിനാണ് കുഴിച്ചിടുന്നത്? അവരുടെ തലമുറകൾക്ക് ഭാവിയിൽ അത് കിട്ടാനാണ്. എന്നിട്ട് എന്തെങ്കിലും കോഡുകൾ, രഹസ്യ സന്ദേശം പോലെയൊക്കെ എന്തെങ്കിലും ഒരു കണക്കും കാര്യങ്ങളൊക്കെ രഹസ്യത്തിൽ എഴുതി വെക്കുകയും ചെയ്യും. എന്തിന്? ഈ തലമുറകൾ ഇത് കൈമാറി അവസാനം ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് ഇതൊക്കെ ഈ കോഡ് ഡീകോഡ് ചെയ്ത് കിട്ടട്ടെ, അതിനു വേണ്ടിയൊക്കെ ചെയ്തു വെക്കുന്നതാണ്. ഇതെല്ലാം ഈ ഭൗതിക അറ്റാച്ച്മെന്റ് ആണ്. ഭൗതികമായി താൽക്കാലികമായി കിട്ടിയ ജന്മത്തിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ്. അപ്പൊ ഈ കാരണവര് മരിച്ചു പോയാൽ ഇയാളുടെ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ഈ ഭൗതിക മനസ്സ് ശരിക്കും പറഞ്ഞാൽ അപ്പോഴത്തേക്കും നശിച്ചങ്ങ് പോവേ. താൽക്കാലിക മനസ്സ് താൽക്കാലികമായി മരണത്തോട് തീർന്നു, അത് മാഞ്ഞങ്ങ് പോകും. അപ്പോഴാണ് ഈ ആത്മാവ് ഇതിൽ അറ്റാച്ച്ഡായി ഈ മണ്ടത്തരമെല്ലാം ചെയ്തു പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നത്. അപ്പം അറ്റാത്ത ശക്തികൾ ഒരു ശിക്ഷ എന്നോണം ഈ ഡയമെൻഷൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു തലത്തിൽ അവിടെ ഇട്ടേ, അവർക്ക് മോചനമില്ല. അവരവിടെ നിന്നും കൊണ്ട് ഈ തലമുറകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ മനസ്സാണല്ലോ ഈ മരിച്ച ഇയാളുടെ മനസ്സ്, അതിന്റെ ശിക്ഷ എന്നോണം തലമുറകളോളം ഇതെല്ലാം കണ്ടും ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തും ഇവരെ സഹായിക്കാനും വേണ്ടിയിട്ടൊക്കെ ഈ ആത്മാവ് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ ഇവരുടെ സഹായം ആരെങ്കിലും മൈൻഡ് ചെയ്യൂ, അതാണ് ഇവരുടെ ശിക്ഷ. ഇപ്പൊ ഉദാഹരണത്തിന് ഇയാളുടെ മകൻ തന്നെ ഉറങ്ങി കിടക്കുമ്പോ ഈ കാരണവര് വന്ന് മോനെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ മോൻ ഉടനെറിഞ്ഞിട്ട് അയ്യോ എന്റെ അച്ഛന്റെ പ്രയാത ശല്യം എന്ന് പറഞ്ഞ് ആവാഹനം മന്ത്രം എന്നൊക്കെ ചെയ്ത് ഇയാള് ഈ മോനെ രക്ഷിക്കാനായിട്ട് സംസാരിക്കാൻ വരേണ്ടതാണ്. ഉപബോധ മനസ്സിലൂടെ സംസാരിക്കാൻ വരുമ്പോ ഈ അറിവില്ലാത്ത മകൻ ഇയാളെ പിശാചെന്നും പറഞ്ഞ് അല്ലെ ശല്യമെന്നും പറഞ്ഞ് ഇയാൾ എങ്ങനെയെങ്കിലും തളച്ചിടാൻ വേണ്ടി ഓരോ പൂജകളും ചെയ്ത് അങ്ങനെ തളയ്ക്കാൻ പറ്റുമോ? കാരണം ഇയാളെ ശിക്ഷിച്ച് ഇട്ടേക്കാണ്. ഇയാളങ്ങനെ തളയ്ക്കാനൊന്നും പറ്റൂല. അവിടെ ഈ തളയ്ക്കാം എന്ന് പേരും പറഞ്ഞുകൊണ്ട് ചില പൂജാരിമാര് ഈ മകന്റെ പൈസയും പറ്റിച്ച് ഇയാളിട്ട് തളയ്ക്കാനും പറ്റൂല. കാരണം ശിക്ഷ കൊടുത്തേക്കണത് ദൈവത്തിന്റെ ശക്തികളാണ് ഇയാൾക്ക് ശിക്ഷയായിട്ട് ഇട്ടേക്കണത്. ഇയാൾ അവിടെ പിന്നെ അലഞ്ഞിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അടുത്ത തലമുറ ഇനി ഇപ്പൊ ഈ നിധി കുഴിച്ചിട്ടിട്ടുണ്ട്,
അപ്പൊ ഇത് മകന് പറഞ്ഞു കൊടുക്കണം, മകൻ അറിഞ്ഞൂടാ, ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും? അപ്പൊ ഈ വെപ്രാളം നമ്മള് മാനുഷികമായി ചിന്തിച്ചാൽ തന്നെ മനസ്സ് മനസ്സിലാവും. ഈ സ്വന്തം മകൻ ഇത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. മകൻ ഇയാൾ ഉണ്ടാക്കി വെച്ചിരുന്ന പണവും വീടും ഒക്കെ മകൻ നശിപ്പിച്ച് കുത്തുവാളടിച്ച് സ്ത്രീ വിഷയത്തിലും പ്രശ്നമായി. ഇതൊക്കെ ശിക്ഷയുടെ ഇതെല്ലാം ഇയാൾ അനുഭവിക്കണം. ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കൊന്നും കൊലവിളിച്ചു ഇതൊക്കെ ചെയ്തത്. അപ്പൊ ആ ശാപം കിടക്കുകയാണ്. അപ്പൊ ശാപം തീരാൻ വേണ്ടിയിട്ട് അടുത്ത തലമുറകൾക്ക് ആ ശിക്ഷ വരും. ശിക്ഷ വരുമ്പോഴെന്ത് ഈ ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റൂല, സഹായിക്കാൻ പറ്റൂല. എന്നാൽ ഇയാൾ ഉണ്ടാക്കി വെച്ച സ്വർണ്ണ സാധനങ്ങൾ നിധിയായിട്ട് ഒരിടത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് എടുക്കാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഈ മകന് വല്ല ആത്മവളർച്ചയുണ്ട്. അതെല്ലാം ആത്മവളർച്ച ഉണ്ടെങ്കിലല്ലേ ഇയാളുടെ ആത്മാവ് വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനും. അപ്പൊ എന്റെ മെസ്സേജ് കേട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു വളർച്ച ഇല്ലാത്ത കാരണം കമ്മ്യൂണിക്കേഷൻ കറക്റ്റാ വരൂല. ജസ്റ്റ് ഒരു മിന്നായം പോലെ കാണുന്നു, എന്തോ കേൾക്കുന്നു എന്നല്ലാതെ ആ ഒരു ലെവലിലേക്ക് ചോദിച്ചെടുത്ത് സംസാരിച്ചിരിക്കത്തക്ക ലെവലിലൊന്നും നമുക്ക് വളർച്ച വന്നിട്ടില്ല. അപ്പൊ ഈ ഒട്ടും വളർച്ചയില്ലാത്ത ഇവനെ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ ആത്മാവുമായിട്ടൊന്ന് ലിങ്ക് ആവുമ്പോൾ ഈ ആത്മാവ് ഇയാളെ കണ്ടു, മോനെന്ന് വിളിച്ചു, എന്തോ പറഞ്ഞു. ഈ ആത്മാവിന് ഈ ബോധമനസ്സുള്ള ഇവൻ ഉണരുമ്പോ ഇവന്റെ തലച്ചോറിലോട്ട് സിഗ്നൽ കൊടുത്താലല്ലേ ഇവന് രാവിലെ ഇത് ഓർമ്മ കാണുള്ളൂ. എന്റെ അച്ഛൻ എന്തോ പറഞ്ഞു. ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് അച്ഛന് സ്വപ്നം കണ്ടു, എന്തോ പറഞ്ഞു, ഒന്നും ഓർമ്മയില്ല എന്നും പറഞ്ഞ് മകൻ കളയും. ഇപ്പൊ ഇയാൾ പിന്നെ നിരാശരാകും. ഇങ്ങനെ സ്വന്തം കുടുംബം തന്നെ നശിച്ചു പോകുന്നതും എന്നാൽ ഇയാൾ ഉണ്ടാക്കി വെച്ച പണം ഇവർക്ക് കിട്ടണതുമില്ല, ആ സ്വത്ത് അല്ലെങ്കിൽ ആ ഒരു നിധി ഇവർക്ക് കൊടുക്കാനും പറ്റണില്ല. ഇങ്ങനെ നിരാശ എടുത്ത് ടെൻഷൻ അടിച്ച് അങ്ങനെ നാളുകളോളം വർഷങ്ങളോളം ഇവർക്ക് വേണ്ടി. അപ്പൊ ഇവന്റെ അടുത്ത തലമുറ ചിലപ്പോൾ വരും, അവരുടെ അടുത്ത് ഇടപെടാൻ വേണ്ടി ഈ കാരണവർ നടക്കും. അപ്പോഴും ഈ പിള്ളേര് ഇതൊരു പരുവാകുമ്പം അഥവാ ഇത്തിരി ആത്മീയത്തിൽ ഇത്തിരി വളർച്ചയുള്ള കുട്ടികളാരെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി പ്രായം ആയി വരുമ്പോ ഈ കാരണവരെ കണ്ട അപ്പൂപ്പനെ കണ്ടു, അപ്പൂപ്പനെ സ്വപ്നം കണ്ടു. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ എത്രയോ ഒരു മെസ്സേജ് വിടുന്നുണ്ട്, എന്റെ അപ്പൂപ്പനെ സ്വപ്നം കണ്ടു, എന്തെങ്കിലും ദോഷമുണ്ടോ സാർ? ശരിക്കും എന്തിനാണ് ഇയാൾ കാണാൻ വരുന്നത്? അല്ലെങ്കിൽ ഇയാൾ അലഞ്ഞിരിഞ്ഞടക്കുകയാണ്. ഇയാൾ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് ശിക്ഷ കൊടുത്തേക്ക് 3 തലമുറ, ഇപ്പൊ 4 തലമുറ നീ ഇതൊക്കെ കണ്ടും കേട്ട് അലഞ്ഞു തിരിയോ എന്നോ. ഇനി ചില വലിയ പാപം ചെയ്ത ആത്മാക്കളെ ആണെങ്കിൽ ഈ അലഞ്ഞിരിഞ്ഞ ആത്മാക്കളെ വെച്ച് തന്നെ സ്വന്തം തലമുറകളെ ശിക്ഷിക്കാനായിട്ട് ഉപയോഗിക്കും. ശിക്ഷയുടെ ശക്തികളുണ്ട്, ഈ പൈശാചിക ആസുരിക ശക്തികളുണ്ട്. ഇവരൊക്കെ ഈ ആത്മാവിനെ ഇട്ട് ശിക്ഷിച്ചും ശരീരമില്ലെങ്കിലും ആ വേദന അനുഭവിക്കാനുള്ള ടെക്നിക്കൊക്കെ ഈ 4th ഡയമെൻഷനിലൊക്കെ ഉണ്ട്. മറ്റു തലത്തിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ അനുഭവിക്കാനുള്ള തലമുണ്ട്. ഇതാണ് മരണാനന്തര സ്വർഗം നരകമെന്നൊക്കെ പറയുന്നതല്ല. ഈ മനസ്സ് മാത്രം പോയി ആ വേദന മാത്രം അനുഭവിക്കുന്നു, പീഡനം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ആ വേദന കൊടുത്തും കൊണ്ട് ഈ ആത്മാക്കളെ ഇട്ട് സ്വന്തം മക്കളെയും ചെറുമക്കളെയൊക്കെ ശിക്ഷ നിമിത്തങ്ങളിലൂടെയും അപകടങ്ങളും ദുർമരണം വലിയ വലിയ മാറാ രോഗങ്ങളെല്ലാം കൊടുക്കാൻ ഈ ആത്മാവിനെ അലഞ്ഞിരുന്ന ആത്മാവിനെ കൊണ്ടുതന്നെ സ്വന്തം മക്കൾക്ക് ഇതൊക്കെ ചെയ്യിപ്പിച്ച് ശിക്ഷിക്കും. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇയാൾ ഈ കൊടും ക്രൂരതകളെല്ലാം ചെയ്ത് പണം സമ്പാദിച്ച് കൂട്ടിയത്. അതിന്റെ ശിക്ഷയെന്നാണ് മരണശേഷം ഇയാളെ വെച്ച് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിക്കും. ഇപ്പൊ ഇയാളുടെ ആ മനസ്സ് മോശം കിട്ടിയിട്ടില്ല, ഇതേ മനസ്സിൽ നിൽക്കുകയാണ്. അലഞ്ഞിരുന്ന കാലത്തോളം അല്ലെങ്കിൽ അടുത്തൊരു ജന്മം കൊടുക്കുന്നത് വരെ ഈ ശരീരം ഈ മനസ്സും ഈ രൂപത്തിലാണ് അയാൾ നിൽക്കുന്നത്. അതിൽ നിന്നും കൊണ്ട് വർഷങ്ങളോളം ആ വേദന അനുഭവിച്ച് കുടുംബം നശിക്കുന്നത് അനുഭവിച്ച് സ്വന്തം ഇഷ്ടപ്പെട്ടവരുടെ നരകയാതന, ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ കഷ്ടം, ഇതെല്ലാം കണ്ടും അനുഭവിച്ചും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പക്ഷെ ഇത് എത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കൊരു പശ്ചാത്താപം വരികയും കരഞ്ഞു വിളിക്കുകയും നിലവിളിക്കുകയും എത്രത്തോളം പാപം ചെയ്തോ അതിന്റെ ഒരു ഇരട്ടിയെങ്കിലും പശ്ചാത്തപിച്ച് നിലവിളിക്കണം ഈ ആത്മാവ്. എങ്കിലേ ആ പാവം ബാലൻസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ പലരും എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ചിലർ പറയും, ഞാൻ ഇത്രയും നാൾ ഒരുപാട് പാപം ചെയ്തു പോയി, ദൈവത്തോട് ഞാൻ ഇപ്പൊ ക്ഷമയൊക്കെ പറഞ്ഞു, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ സാർ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുവോ, എന്റെ പാപമെല്ലാം ദൈവം ക്ഷമിച്ചുവോ? അങ്ങനെ ക്ഷമിക്കൂല. അതിനൊരു കണക്കുണ്ട്. ഇപ്പൊ നമ്മൾ 5 വർഷം ഒരേപോലെ മണ്ടത്തരം ചെയ്ത് ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 5 വർഷം വരെ നമ്മൾ ചെയ്ത 10 വർഷമെങ്കിൽ 10 വർഷം നമ്മൾ അതേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് 2-3 ദിവസം വരെ ക്ഷമിക്കണേ പറഞ്ഞാൽ അങ്ങ് ക്ഷമ വരൂല. നമ്മൾ എത്രത്തോളമാണോ പാപം ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഇരട്ടിയെങ്കിലും പശ്ചാത്താപ മനസ്സ് വരണം. ഈ വർഷമല്ല വിഷയം. 5 വർഷം നമ്മൾ പാപം ചെയ്യുന്ന വെച്ച് 5 വർഷവും പശ്ചാത്തപിക്കണമെന്നല്ല. ആ 5 വർഷത്തിന്റെ കണക്കുണ്ട്. ഈ കണക്കൊക്കെയാണല്ലോ ഈ മറ്റു അദൃശ്യ മണ്ഡലത്തിൽ അടുത്ത ഡയമെൻഷനുള്ള ദൂതന്മാരോ ദേവന്മാർ പ്ലാൻ ചെയ്തത്. ഈ കണക്ക് നമുക്ക് അറിഞ്ഞൂടാ. ഈ 5 വർഷത്തെ കാര്യം ചിലപ്പോൾ നമുക്ക് 1 മാസം കൊണ്ടോ നമുക്ക് അത്രത്തോളം. അതിനാണ് ഈ
ഉപവാസമൊക്കെ എടുത്ത് ഇത് തപസ്സിരിക്കുമ്പോൾ ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ നാളത്തേണ്ടത് പെട്ടെന്ന് തീർക്കാനാണ്. അപ്പൊ നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ ക്ഷമ ചോദിച്ചും ചിന്തിച്ചും വിഷമിച്ചും പശ്ചാത്താപിച്ചിരുന്ന ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് ഈ 5 വർഷത്തേണ്ടത് ബാലൻസ് ആയി കിട്ടും. അതേസമയം ഇപ്പോൾ 2-3 ദിവസം സമയം കിട്ടുമ്പോൾ മാത്രം എന്നോട് ക്ഷമിക്കണേ, ആ പാപനെ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്നും പറഞ്ഞ് ക്ഷമ കിട്ടൂല. അത് ബാലൻസ് ആകണം. ഇത്ര ഇവിടെ ഇട്ടെങ്കിൽ മറുഭാഗത്തും അത്രയും വേണം. അതേപോലെ ഈ അലിഞ്ഞു തിരിയുന്ന ആത്മാവ് എത്രയാണോ പാപം ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ക്രൂരത കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. കാരണം ഈ ക്രൂരത എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന വ്യക്തിയുടെ എരിച്ചിലും പ്രാക്കും ഒക്കെയാണ് അതിന്റെ കാഠിന്യം. ഇപ്പൊ ഒരു നിവൃത്തിയില്ലാത്ത ഒരാളെടുത്ത് നമ്മൾ പിന്നെയും പീഡിപ്പിക്കാൻ ഉണ്ടാകുന്ന പ്രാക്ക് പോലല്ല. നല്ല സാമ്പത്തികമുള്ള ഒരാളെ നമ്മൾ കുറച്ച് പണം പിടിച്ചു വാങ്ങിക്കുക ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാക്കിനെക്കാട്ടിലും എത്രയോ ഹൈ ആയിരിക്കും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരാളുടെ ഉള്ളതും കൂടെയൊക്കെ പിടിച്ചു പറിക്കുമ്പോൾ ഉള്ള പ്രാക്ക്. അപ്പം ഇതൊക്കെ വെച്ച് ടാലി ചെയ്ത് വരണം. അപ്പൊ ഇയാൾ എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ള ആ കാഠിന്യം ഈ അടുത്ത ഡയമെൻഷനിലുള്ള ശക്തികൾക്ക് അറിയാവോ. അതനുസരിച്ചാണ് ഈ ഭൂമിയിൽ എത്ര നാൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കഷ്ടം അനുഭവിക്കണം എന്നുള്ളത്. ഇനി ഇതിനിടയിൽ നരകം എന്ന് പറയുന്ന ആ ഡയമെൻഷനിൽ കൊണ്ടുപോയിട്ടുള്ള പീഡനങ്ങൾ വേറെ. ഇതെല്ലാം ഈ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് അനുഭവിക്കും. മരിച്ചുപോയ ആത്മാക്കളെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുമെന്നല്ല, ചില ആത്മാക്കളെ കറങ്ങി നടക്കുകയുള്ളൂ. ഈ കറങ്ങി നടക്കുന്ന ആത്മാക്കളാണ് നമുക്ക് സ്വപ്നത്തിലൂടെ ഇതിലൂടെയൊക്കെ വന്ന് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഫർമേഷൻ തരുന്നത് എന്ന് വെച്ചാൽ അവർ മരിക്കുമ്പോൾ എത്രയാണോ ആ ജ്ഞാനം അല്ലെങ്കിൽ ആ അറിവ്, ആ അറിവേ അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അല്ലാതെ മരിച്ചു കഴിഞ്ഞപ്പോ സൃഷ്ടാവ ദൈവവും മറ്റദൃശ്യ ശക്തികളും ഹൈ ഡയമെൻഷൻ ഇങ്ങനെയുള്ള അറിവുകളൊന്നും മരണശേഷം കിട്ടൂല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്താണോ നമ്മൾ പഠിച്ച് നമ്മൾ ആത്മാവ് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചത്, ഇതാണ് മരണശേഷം. അത്രേ ഉള്ളൂ. ഇത് ബാക്കി അതിനപ്പുറത്തോട്ട് പഠിക്കണമെങ്കിൽ അടുത്ത ജന്മത്തിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ. അതായത് അദൃശ്യ മണ്ഡലത്തിൽ കറങ്ങി കിടന്ന് പഠിക്കാൻ പറ്റൂല. ഇപ്പൊ ചില ആത്മാക്കൾ 5th ഡയമെൻഷനിൽ പോയി കഴിഞ്ഞാൽ 5th വരെയുള്ള അവിടെ നിന്നുകൊണ്ട് 7th കൊണ്ടുപോയി പഠിപ്പിക്കുകയൊന്നുമില്ല. അടുത്ത 7th കാര്യങ്ങളും ആ ഒരു ലെവലിലുള്ള ആത്മീയ വളർച്ചയും പറഞ്ഞത് അടുത്ത ജന്മത്തിലാണ്. അപ്പോ അടുത്ത ജന്മം കിട്ടാതെ ഇവർക്ക് ബാക്കി വളരാനും പറ്റൂല. അപ്പൊ ഇവർ പഠിച്ചു വെച്ചിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ദേവനോ ഏതെങ്കിലും ദേവിയാണ് എല്ലാം എന്ന്, അല്ലെങ്കിൽ നമ്മളെ കുടുംബം ഒക്കെ നോക്കിയത് ആ ദേവിയാണ് എന്ന് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ മരണശേഷവും ഈ ദേവി തന്നെയായിരിക്കും ഇയാളെ കൊണ്ടുപോയി ശിക്ഷയും ഇങ്ങനെയുള്ള പീഡനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ആത്മാവിനെ പ്രായശ്ചിത്തത്തിലേക്ക് എത്തിക്കുന്നത് ഈ ദേവിയായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്ന അദൃശക്തിയായിരിക്കും. അപ്പൊ ഇയാളുടെ അറിവ് അത്രയേ ഉള്ളൂ. അപ്പൊ ആ കുടുംബത്തിലുള്ളവർക്കും ഇയാൾ വന്ന് അതേ പറഞ്ഞു തരുള്ളൂ, നിങ്ങൾ ദേവി ഉപേക്ഷിക്കരുത്, അല്ലെ ദേവൻ ഉപേക്ഷിക്കരുത് എന്നേ പറയുള്ളൂ. പക്ഷെ നമുക്കാണ്, അല്ലെ അടുത്ത തലമുറയ്ക്കാണ് മനസ്സിലായത് ഇതിന്റെ മുകളിൽ ഒരു ശക്തിയുണ്ട്, അല്ലെ ഒരു സൃഷ്ടാവായ ദൈവം ഉണ്ടെന്ന് ഈ മക്കൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ ഈ മരിച്ച ആത്മാവിന് പറഞ്ഞൂടല്ലോ. മരിച്ച ആത്മാവ് ഇതൊക്കെ അറിയാറുണ്ടെങ്കിൽ ഈ നിധിയൊക്കെ കുഴിച്ചിട്ട് തലമുറകൾക്ക് വേണ്ടി ആർത്തി മൂത്ത് ഇതൊക്കെ ചെയ്യുമോ? മരിക്കുമ്പോൾ വരെ കുഴിയിൽ ഇവരെ കൊണ്ടുപോയി സ്വർണവും കൊണ്ടാക്കിയതെല്ലാം കൂടെ ഇട്ട് മൂടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും അറിവേ അവർക്ക് ഉള്ളൂ. അപ്പൊ മരണശേഷവും ആ അറിവുകളെ അവർ സ്വപ്നത്തിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നമുക്ക് ഇൻഫർമേഷനായിട്ട് തരുള്ളൂ. അപ്പൊ ഇത് കണ്ടെന്നും നമ്മൾ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്നവർ ഈ മരിച്ച ആത്മാക്കൾ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് മൈൻഡ് ചെയ്യണം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം അവരുടെ അറിവ് അനുസരിച്ച് അവർ നമ്മുടെ ഇൻഫർമേഷൻ ചെയ്യുള്ളൂ. അയ്യോ എല്ലാം നമ്മുടെ ദേവനാണ്, നമ്മുടെ ദേവിയാണ് എന്നൊക്കെ സ്വപ്നത്തിലൂടെ വന്നവരെ ഇൻഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവാണ്. അവര് അടുത്ത ജന്മം കിട്ടിയിട്ടുമില്ല, അവർ അലിഞ്ഞിരിഞ്ഞുകൊണ്ടിരിക്കണേ ഉള്ളൂ. അടുത്ത ജന്മം കിട്ടിയാലേ ബാക്കി അറിവുകൾ അവർക്ക് കിട്ടുള്ളൂ. അപ്പം അതുവരെ അവർക്ക് ഇത്ര അറിയാവോ. അപ്പൊ ആ അറിവാണ് അവർ നമുക്ക് തരുന്നത്. അതും എങ്ങനെ? ഏതോ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ആത്മാവ് കുറച്ച് വളർന്നു വന്നപ്പോ യാദൃച്ഛികമായി ഈ ആത്മാവുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റി. അത് വെച്ചിട്ടാണ് പെട്ടെന്ന് അവർ ഇൻഫർമേഷൻ തരുന്നത്. അവർക്ക് മനസ്സിലായി എന്നെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ പലരും ഉണരുമ്പോൾ അത് മറന്നു പോകുന്നുണ്ട്, ചിലർ ഉണരുമ്പോൾ അത് ഓർത്ത് വെക്കാറുമുണ്ട്. അപ്പൊ ഇതാണ് ഈ അലഞ്ഞിരുന്ന പിതൃക്കളുടെ ആത്മാക്കളുടെ കാര്യങ്ങൾ.